അങ്ങനെ ദീർഘദൂര ഓട്ടത്തിൽ പാലക്കാടൻ കുതിപ്പിനൊപ്പം പറളി സ്കൂളിന്റെ തിരിച്ചുവരവിന് കൂടിയാണ് സംസ്ഥാന സ്കൂൾ കായികമേള സാക്ഷിയാകുന്നത്. 3000 മീറ്റർ സീനിയർ ഗേൾസിലും ജൂനിയർ ബോയ്സിലും പറളി സ്കൂൾ സ്വർണം നേടിയെടുത്തു. മനീഷ് ഐഷ മാച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ആദ്യം. ട്രാക്കിൽ ദീർഘദൂരം അവസാനിപ്പിക്കുമ്പോൾ പാലക്കാടിന്റെ കുതിപ്പാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പറളി സ്കൂളിന്റെ അവരുടെ ഒരു പ്രതാപകാലത്തേക്കുള്ള മടങ്ങിവരവും കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 2 സ്വർണ്ണമാണ് ഇതിനോടകം സ്വന്തമാക്കിയിരിക്കുന്നത്. നമുക്ക് അവരുടെ മനസ്സാരോട് തന്നെ ചോദിക്കാം. മനസ്സിലായി, പറളി സ്കൂളിൽ കഴിഞ്ഞ ആളുകളൊക്കെ കുറച്ചൊരു പുറകിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നോക്കുകയാണെങ്കിൽ ജൂനിയർ വിഭാഗത്തിലും സീനിയർ വിഭാഗത്തിലും സ്വർണ്ണം ഇവിടെ നേടിയിരിക്കുകയാണ്. എന്താണ് സാറിന് പറയുന്നത്? അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മീറ്റിലെ ഏറ്റവും ആദ്യം സ്വർണം വാങ്ങിക്കുക എന്നുള്ള ഒരു സ്കൂളിന് കഴിയുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല കേരളത്തിൽ ഏത് വിദ്യാലയം കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏത് വിദ്യാലയങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷം. അതിൽ പറളി ആയത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ട്. കാരണം പരിശീലിപ്പിച്ച് ഒരു 4 മാസം മാത്രം പരിശീലനം കൊണ്ട് സീനിയർ സെക്ഷനിൽ ഗോൾഡ് മെഡൽ വരിക എന്നുള്ളത് 13 വയസ്സുകാരിയെ കുട്ടി 19 വയസ്സ് കാറ്റഗറിയിൽ താഴെ മത്സരിച്ചുകൊണ്ട് ഗോൾഡ് മെഡൽ കൊണ്ടുവരിക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ 30 വർഷത്തെ കരിയറിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷമുള്ള നിമിഷമാണ്. അതോടൊപ്പം തന്നെ ആദർശ് പറഞ്ഞ കുട്ടി അവൻ്റെ അവസാന സ്കൂൾസിൻ്റെ ജൂനിയർ മീറ്റാണ്. ഞാൻ അവൻ്റെ അടുത്തൊന്നേ പറയുള്ളൂ, ഞാൻ അടുത്ത വർഷം വിരമിക്കാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ എനിക്ക് നീ തരാവുന്ന ഒരു ഗോൾഡ് എനിക്ക് വാങ്ങിത്തരണം, നീ അതിനുവേണ്ടി കഷ്ടപ്പെടണം. അത് അക്ഷരമതി ഗുരുവിൻ്റെ വാക്കുകൾ അക്ഷരമതി ട്രാക്കിൽ നടപ്പാക്കിയതാണ് ആദർശിൻ്റെ മിന്നുന്ന ഈ വിജയം. ഇനിയിലേക്ക് വരികയാണെങ്കിൽ ചേച്ചിമാരെയൊക്കെയാണ് ഓടിത്തോപ്പിച്ചത്. ചേച്ചിമാരെ ഓടിത്തോപ്പിക്കാന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമല്ല. എങ്ങനെയായിരുന്നു പരിശീലനം? എങ്ങനെയായിരുന്നു സാറിൻ്റെ പരിശീലനം? എങ്ങനെയാണ് സാർ എന്താ പറഞ്ഞത് മത്സരത്തിന് വരുന്നതിന് മുമ്പ്? നന്നായി ചെയ്യാൻ പറഞ്ഞു, നല്ല സപ്പോർട്ടായിരുന്നു. സ്വർണം ചേച്ചിമാരെ തോപ്പിച്ച് സ്വർണം നേടിയപ്പോൾ സന്തോഷമായോ? സന്തോഷമായി. ഇനി ആദർശിലേക്ക് വരികയാണെങ്കിൽ ആദർശ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് മെഡൽ കിട്ടിയില്ല, പക്ഷേ ഇപ്രാവശ്യം സ്വർണ്ണം ഓടിയെടുക്കുന്ന തീരുമാനിച്ചാണ് എത്തിയത്. അതെ. അപ്പം മുമ്പേ പറയുന്നുണ്ടായല്ലോ സാറിന് വേണ്ടിയായിരുന്നു. എന്താണ് സാറും ശിഷ്യനും ഗുരുവും തമ്മിലുള്ള ഒരു ബന്ധം എന്താണ്? സാറിനെ ഞാൻ കുറേ വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പ്രതിഫലമായിട്ട് ഇനിയും ഏതെങ്കിലും ഇവന്റ് വേറെ ഉണ്ടോ? ഇനി 1500 800. അപ്പോൾ മോക്കിനിയും വേറെ എന്തെങ്കിലും ഇവന്റുകൾ ബാക്കിയുണ്ട്? 1500 800 ക്രോസ് കൺട്രി ഉണ്ട്. അപ്പോൾ അതിൽ ഏത് വിഭാഗത്തിലാണ് മത്സരിക്കുന്നത്? സീനിയർ വിഭാഗത്തിൽ കാണും. അതിലും പരിശീലനമൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. സ്വർണ്ണമട നേടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് പാലക്കാട് അവരുടെ ദീർഘദൂര മത്സരങ്ങളിൽ അവരുടെ ഒരു അപ്രമാദിത്യം ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞു. 4 സ്വർണ്ണമാണ് ഇതുവരെ നേടിയിട്ടുള്ളത്. ഇനിയുള്ള ട്രാക്ക് ഇവന്റുകളിലും പാലക്കാട് കുതിപ്പിന് തന്നെയാണ്, അല്ലെങ്കിൽ കുതിപ്പുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ദീപകിനൊപ്പം മനീഷ് മാത്യു, ന്യൂസ് മലയാളം.